Hi friends, welcome back to our channel Physics Tutorial. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിലെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ തന്നെ ഡെറിവേഷൻസ്, ന്യൂമറിക്കൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. The first question is write two basic difference between liquids and gases. ലിക്വിഡ്സും ഗ്യാസസും തമ്മിലുള്ള രണ്ട് ബേസിക് ഡിഫറൻസസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് വി നോ ദാറ്റ് ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ആർ കോൾഡ് ഫ്ലൂയിഡ്സ് അല്ലേ. ലിക്വിഡ്സിനെയും ഗ്യാസസിനെയും നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഫ്ലൂയിഡ്സ് എന്നാണ്. ബിക്കോസ് ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ക്യാൻ ഫ്ലോ. അവയ്ക്ക് ഫ്ലോ ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് അവയെ വിളിക്കുന്ന ഒരു പേരാണെന്ത്? ഫ്ലൂയിഡ്സ് എന്ന്. ഇനി ഇവയുടെ ഡിഫറൻസസ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ രണ്ട് ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ സേ ദാറ്റ് എ ലിക്വിഡ് ഈസ് ഇൻകംപ്രസിബിൾ. അതായത് ഒരു ലിക്വിഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കംപ്രസ് ചെയ്ത് വെക്കാൻ പറ്റില്ല. എന്നാൽ ഗ്യാസ് എങ്ങനെയാണ്? ഗ്യാസ് നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റും അല്ലേ. സോ ഫസ്റ്റ് ഡിഫറൻസ് വി ക്യാൻ റൈറ്റ് ആസ് എ ലിക്വിഡ് ഈസ് ഇൻകംപ്രസിബിൾ വെറാസ് ഗ്യാസ് ഈസ് കംപ്രസിബിൾ. ഓക്കെ. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ് എ ലിക്വിഡ് ഹാസ് എ ഫ്രീ സർഫസ് ഓഫ് ഇറ്റ്സ് ഓൺ. അതായത് ഒരു ലിക്വിഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു ഫ്രീ സർഫസ് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഗ്യാസ് എങ്ങനെയാണ്? ഗ്യാസ് അതിൻ്റെ കണ്ടെയ്നറിൽ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും? അത് ഒക്യുപ്പൈ ചെയ്യും. അതായത് ബട്ട് ഗ്യാസ് ഹാസ് നോ ഫ്രീ സർഫസ്. അതായത് ഒരു ഗ്യാസ് എടുത്ത് നോക്കിയാൽ അതിനകത്ത് എന്തുണ്ടാവില്ല? ഫ്രീ സർഫസ് ഉണ്ടാവില്ല. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഡിഫറൻസ്. എ ലിക്വിഡ് ഹാസ് എ ഫ്രീ സർഫസ് ഓഫ് ഇറ്റ്സ് ഓൺ ബട്ട് ഗ്യാസ് ഹാസ് നോ ഫ്രീ സർഫസ്. അപ്പോൾ നമുക്ക് രണ്ട് ഡിഫറൻസസ് എഴുതാമല്ലോ. ഫസ്റ്റ് വൺ ഈസ് എ ലിക്വിഡ് ഈസ് ഇൻകംപ്രസിബിൾ വെറാസ് ഗ്യാസ് ഈസ് കംപ്രസിബിൾ. And the second thing is a liquid has a free surface of its own but gas has no free surface. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ പ്രഷർ. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതാണ്. എന്താണ് പ്രഷർ എന്ന് പറഞ്ഞാൽ? പ്രഷർ എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. വാട്ട് ഈസ് പ്രഷർ എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? ഇറ്റ് ഈസ് ഫോഴ്സ് ബൈ ഏരിയ അല്ലേ. F/A ആണ് പ്രഷർ എന്ന് പറയുന്നത്. ഇനി എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? ദ നോർമൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ഫ്ലൂയിഡ് ഓൺ ആൻ ഏരിയ ഇസ് കോൾഡ് പ്രഷർ. ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അത് എന്ത് ചെയ്യുന്ന ആക്ട് ചെയ്യുന്ന നോർമൽ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രഷർ എന്ന് പറയുന്നത്. നോർമൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ഫ്ലൂയിഡ് ഓൺ ആൻ ഏരിയ എ ഈസ് കോൾഡ് പ്രഷർ. ദാറ്റ് ഈസ് പ്രഷർ ഈസ് ഈക്വൽ ടു F/A. ഇത് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കാലാർ ആണ്. പ്രഷർ എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ. Now, what do you mean by atmospheric pressure? എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? The pressure exerted by the atmosphere at sea level. സീ ലെവലിൽ അറ്റ്മോസ്ഫിയർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദി അറ്റ്മോസ്ഫിയർ അറ്റ് സീ ലെവൽ ഈസ് കോൾഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് ഓർമ്മയുണ്ടോ? 1.013 ഇൻറ്റു 10⁵ പാസ്കൽ. 1.013 ഇൻറ്റു 10⁵ പാസ്കൽ ആണ് ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡിഫൈൻ ഡെൻസിറ്റി. വാട്ട് ഈസ് ഡെൻസിറ്റി? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ബൈ വോളിയം അല്ലേ. ഡെൻസിറ്റി റോ ഫോർ എ ഫ്ലൂയിഡ് ഓഫ് മാസ് എം ഓക്യുപ്പൈങ് വോളിയം വി ഈസ് ഗിവൺ ബൈ റോ ഈസ് ഈക്വൽ ടു m/v. അതായത് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. Now define relative density. എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി? റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഇറ്റ്സ് ഡെൻസിറ്റി ടു ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4°C. അതായത് ഒരു സബ്സ്റ്റൻസിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡെൻസിറ്റി ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4°C ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഇറ്റ്സ് ഡെൻസിറ്റി, അതിൻ്റെ ഡെൻസിറ്റി പിന്നെന്താണ്? ടു ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4°C ആയിരിക്കും. അതായത് റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4°C. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഡയമെൻഷൻ? ഇക്വേഷൻ എന്താണ്? ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4°C ആണ് അല്ലേ. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഡെൻസിറ്റി വരുന്നത് കൊണ്ട് ഡയമെൻഷൻ ഉണ്ടാവുമോ? ഇല്ല. ഇറ്റ് ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. അപ്പോൾ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റീസ് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? റിലേറ്റീവ് ഡെൻസിറ്റി ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണെന്ന് പറയാം. അതേപോലെ തന്നെ അതൊരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അത് അറിഞ്ഞിരിക്കുക. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ടു ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4°C ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ അബ്സല്യൂട്ട് പ്രഷർ P
അറ്റ് ഡെപ്ത് ബിലോ ദി സർഫസ് ഓഫ് എ ലിക്വിഡ് ഓപ്പൺ ടു ദ അറ്റ്മോസ്ഫിയർ. അതായത് കാണാൻ പറഞ്ഞില്ല എന്താണ്, റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ അബ്സല്യൂട്ട് പ്രഷറിനുള്ള ഇക്വേഷനാണ് കാണേണ്ടത്. അറ്റ് ഡെപ്ത് ബിലോ ദി സർഫസ് ഓഫ് എ ലിക്വിഡ് ഓപ്പൺ ടു ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ നമ്മളിവിടെ വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത് പഠിച്ചതാണ് അല്ലേ. അപ്പോൾ വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്തിനകത്ത് പി ഈസ് ഈക്വൽ ടു, അതായത് പ്രഷർ അബ്സല്യൂട്ട് പ്രഷർ കാണാനുള്ള ഇക്വേഷൻ പഠിച്ചിരുന്നു. അബ്സല്യൂട്ട് പ്രഷർ എന്തിന് ഈക്വൽ ആയിരിക്കും? അറ്റ്മോസ്ഫറിക് പ്രഷർ പ്ലസ് എന്തായിരിക്കും? എച്ച് റോ ജി, അല്ലെങ്കിൽ റോ ജി എച്ചിന് ഈക്വൽ ആയിരിക്കും. റോ എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ഡെൻസിറ്റിയാണ്. എച്ച് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന സിലിണ്ട്രിക്കൽ എലമെൻറ്റിൻ്റെ ഹൈറ്റ് ആയിരിക്കും. ദെൻ ജി വിൽ ബി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? അബ്സല്യൂട്ട് പ്രഷർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പി ഈസ് ഈക്വൽ ടു പി എ, അതായത് അറ്റ്മോസ്ഫറിക് പ്രഷറിൻ്റെ കൂടെ എന്തും കൂടെ ചേരുന്നതായിരിക്കും? പി എ പ്ലസ് റോ ജി എച്ച് ആയിരിക്കും. ഓക്കെ, ഇനി റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ഗേജ് പ്രഷർ. എന്താണ് ഗേജ് പ്രഷർ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഗേജ് പ്രഷറിൽ എന്താ സംഭവിക്കുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞ ഇക്വേഷനിൽ, അബ്സല്യൂട്ട് പ്രഷറിൻ്റെ ഇക്വേഷനിൽ പി ഈസ് ഈക്വൽ ടു പി എ പ്ലസ് എച്ച് റോ ജി എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അല്ലേ. അപ്പോൾ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് എന്തിനേക്കാൾ കൂടുതലായിരിക്കും? അറ്റ്മോസ്ഫറിക് പ്രഷറിൻ്റെ കൂടെ എന്തും കൂടെ ചേരുന്നതാണ്? റോ ജി എച്ചും കൂടി ചേരുന്നതാണ് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? അതായത് ദ ഗേജ് പ്രഷർ, അതായത് ദ അബ്സല്യൂട്ട് പ്രഷർ ഈസ് ഗ്രേറ്റർ ദാൻ ദി അറ്റ്മോസ്ഫറിക് പ്രഷർ ബൈ എൻ എമൗണ്ട് റോ ജി എച്ച് എന്നുള്ളതാണ് കണ്ടത് അല്ലേ. റോ ജി എച്ച് എന്ന് പറയുന്ന അത്രയും എമൗണ്ട് കൂടുതലാണ്. അതൊരു എക്സസ് പ്രഷർ അല്ലേ. ആ എക്സസ് പ്രഷറിനെ നമ്മൾ പറയുന്നതാണ് ഗേജ് പ്രഷർ. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ അബ്സല്യൂട്ട് പ്രഷറിൻ്റെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഗേജ് പ്രഷർ എങ്ങനെ കാണാൻ പറ്റുക? പി ഈസ് ഈക്വൽ ടു പി എ പ്ലസ് റോ ജി എച്ച് ആണ്. അപ്പോൾ ഈ റോ ജി എച്ച് എന്ന് പറയുന്നതാണ് എന്ത്? അവിടുത്തെ ഗേജ് പ്രഷർ. അപ്പോൾ അതെങ്ങനെ കിട്ടും? പി മൈനസ് പി എ ഈസ് ഈക്വൽ ടു റോ ജി എച്ച് എന്ന് കിട്ടില്ലേ. അപ്പോൾ ആ റോ ജി എച്ച് എന്ന് പറയുന്നത് എന്താണ്? ദ എക്സസ് പ്രഷർ. പി മൈനസ് പി എനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു റോ ജി എച്ച്. അപ്പോൾ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ഗേജ് പ്രഷർ എന്ന് ചോദിച്ചാൽ എന്ത് മാത്രം എഴുതിയാൽ മതി? പി മൈനസ് പി എ ദാറ്റ് ഈസ് ഈക്വൽ ടു റോ ജി എച്ച് ആണ്. അതായത് അബ്സല്യൂട്ട് പ്രഷർ മൈനസ് അറ്റ്മോസ്ഫറിക് പ്രഷർ ആണ്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു റോ ജി എച്ച്. നെക്സ്റ്റ് വി ഹാവ് എ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ പ്രഷർ ഓൺ എ സ്വിമ്മർ 10 മീറ്റർ ബിലോ ദി സർഫസ് ഓഫ് എ ലേക്ക് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഐ വിൽ റിപ്പീറ്റ്. വാട്ട് ഈസ് ദ പ്രഷർ ഓൺ എ സ്വിമ്മർ 10 മീറ്റർ ബിലോ ദി സർഫസ് ഓഫ് എ ലേക്ക്. അതായത് ഒരു സ്വിമ്മർ എന്ത് ചെയ്യാണ്? ലേക്കിൻ്റെ 10 മീറ്റർ താഴെയാണുള്ളത്. അതായത് സർഫസ് ഓഫ് ലേക്കിൽ നിന്ന് എത്രയാണ്? 10 മീറ്റർ താഴത്തുള്ളൊരു പോയിന്റിലാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രഷർ എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് ഗിവൺ ഡാറ്റ ഒന്ന് എഴുതാം അല്ലേ. ഹൈറ്റ് തന്നിട്ടുണ്ട്, എത്ര മീറ്റർ ആണ്? 10 മീറ്റർ ആണ്. സോ എച്ച് ഇസ് ഈക്വൽ ടു 10 മീറ്റർ ആണ്. ഇനി വാട്ടർ ആണ് തന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഡെൻസിറ്റി എന്തായിരിക്കും? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഇനി ജിയുടെ വാല്യൂ ഇവിടെ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ട് എടുക്കാം. 9.8നെ നമുക്ക് 10 ആക്കിയിട്ട് അപ്രോക്സിമേറ്റ്ലി എടുക്കാൻ പറ്റും. ദെൻ ഇനി എങ്ങനെയാണ് നമ്മൾ പ്രഷർ കാണുക? അതായത് സ്വിമ്മർ അറ്റ് എ ഹൈറ്റ് എച്ച് എന്താണ്? ബിലോ ദി സർഫസ് ഓഫ് ലേക്ക് ആണ് ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ പ്രഷർ, ദാറ്റ് മീൻസ് ദ വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത് നമ്മൾ പഠിച്ചതാണ്. എന്താണ് അവിടെ ഉണ്ടാവുന്ന പ്രഷർ എന്ന് പറയുന്നത്? എത്രയായിരിക്കും? പി എന്ന് പറയുന്നത്, അതായത് അബ്സല്യൂട്ട് പ്രഷർ വിൽ ബി ഈക്വൽ ടു അറ്റ്മോസ്ഫറിക് പ്രഷർ പ്ലസ് റോ ജി എച്ച് ആയിരിക്കും. അതായത് അവിടെ ഉണ്ടാവുന്ന എക്സസ് പ്രഷർ എത്രയായിരിക്കും? റോ ജി എച്ച് ആയിരിക്കും. അപ്പോൾ അറ്റ്മോസ്ഫറിക് പ്രഷറിനേക്കാൾ റോ ജി എച്ച് കൂടുതലായിരിക്കും അവിടെ ഉണ്ടാവുന്ന പ്രഷർ അല്ലേ. അപ്പോൾ അതൊന്ന് കാണാം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? പി ഈസ് ഈക്വൽ ടു പി എ പ്ലസ് റോ ജി എച്ച് എന്ന് എഴുതാമല്ലോ. അതായിരിക്കുമല്ലോ അവിടെ ഉണ്ടാവുന്ന പ്രഷർ. അതായത് അറ്റ് എ ഡെപ്ത് ബിലോ ദി സർഫസ് ഓഫ് ദി ലേക്കാണ് നമുക്ക് കാണേണ്ടത്. സോ പി വിൽ ബി ഈക്വൽ ടു എങ്ങനെ എഴുതാം? അറ്റ്മോസ്ഫറിക് പ്രഷർ പ്ലസ് എന്തെഴുതാം? റോ ജി എച്ച് വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? പി എ എന്ന് പറയുന്നത് എത്രയാണ്? 1.01 ഇൻറ്റു 10⁵ ആണ്. അറ്റ്മോസ്ഫറിക് പ്രഷറിൻ്റെ വാല്യൂ ഒന്ന് അറിഞ്ഞിരിക്കണം. സോ ദാറ്റ് വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലസ് റോ 1000 ആണ് അല്ലേ. സോ 1000 ഇൻറ്റു ജി 10 ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. എച്ച് ഈസ് ഓൾസോ 10 മീറ്റർ തന്നിട്ടുണ്ട്. സോ അതിനെ സിംപ്ലിഫൈ ചെയ്താൽ എന്ത് കിട്ടും? 1.01 ഇൻറ്റു 10⁵ പ്ലസ് എന്തെഴുതാം? 1 ഇൻറ്റു 10⁵ വരും അല്ലേ. സോ 2.01 ഇൻറ്റു 10⁵ പാസ്കൽ ആണ്. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2 അറ്റ്മോസ്ഫറിക് പ്രഷർ ആയിരിക്കും എന്ത് അവിടെ ഉണ്ടാവുന്ന. അതായത് ഒരു സ്വിമ്മർ 10 മീറ്റർ ബിലോ ദി സർഫസ് ഓഫ് ലേക്ക് ആയിരിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പ്രഷർ വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫറിക് പ്രഷർ പ്ലസ് റോ ജി എച്ച് എന്നുള്ളതാണ്. ഓക്കെ, now we have another numerical. The question is, at a depth of 1000 meter in an ocean,
what is the absolute pressure, and B, what is the gauge pressure. I will repeat. At a depth of 1000 meter in an ocean, അതായത് ഒരു ഓഷ്യനിൽ 1000 മീറ്റർ ആണ് ഡെപ്തിലുള്ളത്. അങ്ങനെയാണെങ്കിൽ what is the absolute pressure, അതായത് 1000 മീറ്റർ ബിലോ ദി സർഫസ് ഓഫ് ഓഷ്യൻ ആവുമ്പോൾ അവിടെ ഉണ്ടാവുന്ന അബ്സല്യൂട്ട് പ്രഷർ എത്രയാണ്, അതേപോലെ തന്നെ വാട്ട് ഈസ് ദ ഗേജ് പ്രഷർ, അവിടെ ഉണ്ടാവുന്ന ഗേജ് പ്രഷർ എത്രയാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. തന്നിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഒന്ന് എഴുതാം അല്ലേ. ഡെൻസിറ്റി ഓഫ് സീ വാട്ടർ എത്രയാണ്, 1.03 × 10⁻³ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അതായത് ഡെൻസിറ്റി നമുക്കറിയാവുന്നതാണ്, സോ അതൊന്ന് മെൻഷൻ ചെയ്യാം. ദെൻ ജി 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ടാണ് എടുക്കുന്നത്. ഇനി എച്ച് നമുക്ക് തന്നിട്ടുണ്ട്, എച്ച് ഇസ് 1000 മീറ്റർ. ഇനി റോ എത്രയാണ്, 1.03 × 10⁻³ ആണ്. ദാറ്റ് ഈസ് ഡെൻസിറ്റി, ദാറ്റ് മച്ച് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇനി അബ്സല്യൂട്ട് പ്രഷർ കാണാം. നേരത്തെ ചെയ്ത അതേ ഇക്വേഷൻ തന്നെയാണ് അല്ലേ. അബ്സല്യൂട്ട് പ്രഷറിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, P = PA + ρgh ആണ്. ഓരോ വാല്യൂസ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ PA എന്ന് പറയുന്നത് അറ്റ്മോസ്ഫറിക് പ്രഷറാണ്. സോ ദാറ്റ് വിൽ ബി 1.01 × 10⁻⁵ പ്ലസ് റോ 1.03 × 10⁻³ ഇൻറ്റു ജി എന്ന് പറയുന്നത് എത്രയാണ്, 10 × 1000 ദാറ്റ് ഈസ് എച്ച്. ഓക്കെ, അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്, 1.01 × 10⁵ പ്ലസ് 103 × 10⁵ എന്ന് കിട്ടും അല്ലേ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 104.01 × 10⁵ പാസ്കൽ. അതായത് 104 അറ്റ്മോസ്ഫറിക് പ്രഷറിന് ഈക്വൽ ആയിരിക്കും. അതായത് അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് P = PA + ρgh. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്, 104 അറ്റ്മോസ്ഫറിക് പ്രഷറാണ് കിട്ടുന്നത്. ഇനി അടുത്ത കേസ് എന്താണ് ചോദിച്ചിട്ടുള്ളത്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ ഗേജ് പ്രഷർ എന്നുള്ളതാണ്. അപ്പോൾ ഗേജ് പ്രഷർ എന്ന് പറയുമ്പോൾ എന്താണ്, ദാറ്റ് ഈസ് ദ എക്സസ് പ്രഷർ അറ്റ് എ ഡെപ്ത് എച്ച് ആണ് അല്ലേ. അതായത് അറ്റ് എ ഡെപ്ത് എച്ചിലിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന എക്സസ് പ്രഷർ എത്രയാണ്, ρgh അല്ലേ. അപ്പോൾ ആ ρgh ആണ് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് P - PA = ρgh എന്നുള്ളതാണ് ഗേജ് പ്രഷറിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ρgh ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു റോ എത്രയാണ്, 1.03 × 10⁻³ ഇൻറ്റു ജി 10 ഇൻറ്റു എച്ച് 1000. അപ്പോൾ കിട്ടുന്ന എത്രയാണ്, 103 × 10⁵. അതായത് ദാറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 103 അറ്റ്മോസ്ഫറിക് പ്രഷർ. The next question is the device used to measure atmospheric pressure. Which device is used to measure atmospheric pressure എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ് അറ്റ്മോസ്ഫറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ്? യെസ്, മെർക്കുറി ബാരോമീറ്റർ ഈസ് യൂസ് ടു മെഷർ ദി അറ്റ്മോസ്ഫറിക് പ്രഷർ. മെർക്കുറി barometer is used to measure the atmospheric pressure. The next question is the device used to measure gauge pressure or pressure differences. അതായത് the device used to measure gauge pressure or pressure differences. gauge pressure അല്ലെങ്കിൽ പ്രഷർ ഡിഫറൻസസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. an open tube manometer. an open tube manometer is used for measuring gauge pressure or pressure differences. അപ്പോൾ പ്രഷർ ഡിഫറൻസ് അല്ലെങ്കിൽ ഗേജ് പ്രഷർ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, ബൈ യൂസിങ് എ ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ. ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ ഈസ് യൂസ്ഡ് ഫോർ മെഷറിങ് ഗേജ് പ്രഷർ. Now the next question is state Pascal's law for transmission of fluid pressure. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു എസ് എ ക്വസ്റ്റ്യൻ്റെ കൂടെ വരാറുള്ളതാണ്. അതായത് ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ വർക്കിങ്ങും അതുപോലെ തന്നെ പാസ്കൽസ് ലോയും ഒരുമിച്ച് മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നോക്കാം. സ്റ്റേറ്റ് പാസ്കൽസ് ലോ ഫോർ ട്രാൻസ്മിഷൻ ഓഫ് ഫ്ലൂയിഡ്സ്. അതായത് ഫ്ലൂയിഡ് പ്രഷർ, അതായത് ട്രാൻസ്മിഷൻ ഓഫ് ഫ്ലൂയിഡ് പ്രഷറിൻ്റെ കേസിൽ എങ്ങനെയാണ് നമുക്ക് പാസ്കൽസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ് പാസ്കൽസ് ലോ പറയുന്നത്? വെനെവർ എക്സ്റ്റേണൽ പ്രഷർ ഈസ് അപ്ലൈഡ് ഓൺ എനി പാർട്ട് ഓഫ് എ ഫ്ലൂയിഡ് കണ്ടെയ്ൻഡ് ഇൻ എ വെസൽ ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് undiminished and equally in all directions. I will repeat. Whenever external pressure is applied on any part fluid contained in a vessel, it is transmitted undiminished and ഈക്വലി ഇൻ ആൾ ഡയറക്ഷൻസ്. അതായത് ഒരു ഫ്ലൂയിഡ്, നമ്മളൊരു വെസലിനകത്ത് ഒരു ഫ്ലൂയിഡ് എടുത്തിട്ടുണ്ടെന്ന് കരുതുക. അതിനകത്തേക്ക് ഒരു പ്രഷർ അപ്ലൈ ചെയ്താൽ, ഒരു എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രഷർ ഫ്ലൂയിഡിനകത്ത് എന്ത് ചെയ്യും, ഈക്വലായിട്ട്, അതുപോലെ തന്നെ അൺഡിമിനിഷ്ഡ് ആയിട്ട്, അതൊട്ടും തന്നെ എന്ത് ചെയ്യില്ല, അതിന് കുറവ് വരാതെ തന്നെ എന്ത് ചെയ്യും, അത് എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് പാസ്കൽസ് ലോ പറയുന്നത്. സോ വെനെവർ എക്സ്റ്റേണൽ പ്രഷർ ഈസ് അപ്ലൈഡ് ഓൺ എനി പാർട്ട് ഓഫ് ഫ്ലൂയിഡ് കണ്ടെയ്ൻഡ് ഇൻ എ വെസൽ it is transmitted undiminished and equally in all directions.
ഒരു എക്സ്റ്റേണൽ പ്രഷർ ഫ്ലൂയിഡിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഭാഗത്തും എന്തുണ്ടാവും, ഈക്വൽ ആയിട്ടുള്ള പ്രഷർ തന്നെ അത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. ആ പ്രിൻസിപ്പിളാണ് എന്ത്, പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.